ഹോസ്റ്റലിൽ ചൊറിയും കുത്തിയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല അടിപൊളി ഒരു സേമിയ പായസം ഉണ്ടാക്കാൻ നേരെ തന്നെ കടയിലേക്ക് ഓടിപ്പോയി വേണ്ട സാധനങ്ങളും മേടിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ തിരിച്ചു നടന്ന് പാനൊക്കെ ചൂടാക്കി നെയ്യൊക്കെ ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടു കിസ്മിസ് ഇട്ടു എന്നിട്ട് നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വന്ന ആ ഒരു നെയ്യിലേക്ക് നമ്മൾ വേമസിൽ അതായത് സേമിയ ഇട്ട് കൊടുക്കും. നല്ല നേരിയ നല്ല പെട്ടെന്ന് വേവുന്ന സേമിയായിട്ട് നല്ല ടേസ്റ്റ് ചെയ്ത് വെച്ചുണ്ടാക്കുമ്പോൾ അതുകൂടെ വറുത്തിട്ട് അങ്ങ് മാറ്റി വെക്കണം. ഒരു 1/2 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. ഈ ഒരു പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ എല്ലാവരും ആദ്യം പഞ്ചസാരയൊക്കെ ആയിരിക്കും ഇടാം. ഞാൻ എന്തായാലും നേരെ ഇട്ടത് അണ്ടിപ്പരിപ്പും കിസ്മിസും ആണ്. കാരണം നമ്മുടെ സേമിയക്ക് അതിന് മാത്രം വേവൊന്നുമില്ലല്ലോ. എന്നിട്ട് നമ്മൾ ആ ഒരു ഏലക്ക പൊടിച്ചതും സേമിയ വറുത്തതെല്ലാം ചേർത്ത് കൊടുത്തൊരു 2-3 മിനിറ്റ്സേ വേവിക്കാൻ പാടുള്ളൂ. മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ പഞ്ചസാര ഇടാൻ. കണ്ടൻസ് മിൽക്ക് ആകുമ്പോൾ നല്ലൊരു ക്രീമിനെസ് ഇങ്ങനെ വരും. എന്തായാലും ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ആ ഒരു ടേസ്റ്റും കൂടെ ബാലൻസ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ട്. ഇതിലേക്ക് ഇനി വേറെ ഒന്നും വേണ്ട, സെറ്റാണ്. അതങ്ങ് വിളമ്പുക, ഒരു നുള്ള നെയ്യ് അങ്ങോട്ട് ചേർക്കുക. പിന്നെ നമ്മുടെ കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ ഒന്നുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അടിപൊളി, എന്തായാലും ട്രൈ ചെയ്യാം. ഞാൻ വെറുതെ പറയുന്നതല്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.